ഹായ് കേരറ്റ് ജയ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളും 2026 ഏജ് ലിമിറ്റ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. കേരറ്റ്സ് 2026 ഇന്ത്യൻ ആർമിയുടെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ആൾറെഡി ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് കൂടി ഇന്ത്യൻ ആർമി അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളും 2026 ഏജ് ലിമിറ്റ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. ഈ ഒരു വീഡിയോയിൽ കൂടി നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും വരാൻ പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, ഏജ് ലിമിറ്റ് എന്താണ്, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളിവിടെ കാണുന്ന ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇവിടെ 2 ദിവസം മുന്നേ വന്ന ഒരു അപ്ഡേറ്റ് ഞാൻ ആദ്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നോക്കൂ കുട്ടികളെ, ആദ്യം ഇന്ത്യൻ ആർമി ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് ഇന്ത്യൻ ആർമിയുടെ 2026 നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഫെബ്രുവരി 1 എന്നും പറഞ്ഞിട്ടാണ്. പക്ഷേ ഇന്നൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് കൂടി ഇന്ത്യൻ ആർമി ഔട്ട് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് കുട്ടികളെ ഫെബ്രുവരി 3 ഫെബ്രുവരി 3 ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്. അതേപോലെ തന്നെ വേറൊരു അപ്ഡേറ്റ് കൂടി ഇവിടെ ഇന്ത്യൻ ആർമി ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ചില കുട്ടികൾ പറയും ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് സാർ വീഡിയോ ഇടുന്നതെന്നൊക്കെ. ഈ കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഒഫീഷ്യൽ അപ്ഡേറ്റ് ആയിട്ട് വന്ന ഈ ഒരു ഡേറ്റിൻ്റെ കാര്യം, ഈ ഡേറ്റ് അനുസരിച്ച് നിങ്ങൾ ഡോക്യുമെന്റെല്ലാം റെഡിയാക്കി വെക്കണം. ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, കുട്ടികളെ നോക്കൂ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് കേട്ടോ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്. അതായത് നിങ്ങളിപ്പോൾ ആർമി, GD, അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ 10th ലെവലിലുള്ള അതിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ അവിടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങളുടെ ട്രേഡ് മെൻഷൻ ചെയ്തിരിക്കണം. സെലക്ഷൻ പ്രോസസ്സിനകത്ത് ഫോം ഫില്ലിംഗ് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് 2 ട്രേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ പ്രയോറിറ്റി അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്രയോറിറ്റി 1ഉം 2ഉം നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സാം ക്ലിയർ ആയതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല. ക്ലിയർ ആയിട്ട് ഞാൻ പറയുകയാണ്. പിന്നെ നിങ്ങൾക്ക് പ്രോബ്ലം വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ട്രേഡ്സ്മാൻ ലെവലുള്ള ഈ ഒരു കാര്യത്തിലും ഇവിടെ 10th ലെവലുള്ള ട്രേഡ്സ്മാന് 9 ട്രേഡിലേക്ക്, അതായത് 9 ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ 10th ക്ലാസ് ലെവലുള്ള ട്രേഡ്സ്മാൻ അപ്ലൈ ചെയ്യുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ ആ ട്രേഡ് മെൻഷൻ ചെയ്യണം. ഇപ്പോൾ 10th ക്ലാസ് ലെവലുള്ള ട്രേഡ്സ്മാൻ ഞാൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രയോറിറ്റി ലിസ്റ്റിനകത്ത് ഞാൻ ആദ്യം പോകാൻ ആഗ്രഹിക്കുന്നത് കുക്കായിട്ടാണ്. അപ്പോൾ സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ട് എനിക്ക് അവിടെ കൊടുക്കാം ബാർബർ. അപ്പോൾ 3rd സഫായി വാല. അപ്പോൾ അതേ രീതിയിൽ 9 ട്രേഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ പ്രയോറിറ്റി ലിസ്റ്റിൽ 9 ട്രേഡ് നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ പിന്നെ സീനിയോറിറ്റി അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് നടക്കത്തുള്ളൂ. അവിടെ പ്രയോറിറ്റി മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2026 ഒരിക്കലും സെലക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ ഈ 2 അപ്ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായി. മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ഏജ് ലിമിറ്റ്. കേരറ്റ്സ്, നമുക്ക് ഓരോ ട്രേഡിൻ്റെയും ഏജ് ലിമിറ്റ് നോക്കാം. നോക്കൂ കുട്ടികളെ, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ട്രേഡ് GD, ട്രേഡ്സ്മാൻ, WMB, ടെക്നിക്കൽ, ക്ലർക്ക് അഥവാ ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ 1 ഒക്ടോബർ 2005 1 ഏപ്രിൽ 2009 ഇടയിലായിരിക്കണം. ഈ വർഷത്തിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് ഇത്രയും ട്രേഡിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണോ എന്ന്. ഇനി നമുക്ക് എന്നയുടെ കാര്യം നോക്കാം. നോക്കൂ കുട്ടികളെ, 1 ഒക്ടോബർ 2003 1 ഏപ്രിൽ 2009 ഈ ഡേറ്റിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിലും, അതായത് ഈ വർഷത്തിൽ ഈ ഡേറ്റിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിലും ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഡേറ്റിനിടയിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിലും ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക, പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എല്ലാ കുട്ടികളും അറിയട്ടെ ഏജ് ലിമിറ്റ് എന്താണെന്ന്, അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത് ഇല്ലയോ എന്നീ കാര്യങ്ങൾ കൂടി എല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കേരറ്റ്സ് 2025 അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, ആന ഡിഫൻസ് അക്കാഡമി കേരളത്തിൽ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. റിട്ടേൺ എക്സാമിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലും മെഡിക്കൽ ക്യാമ്പിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഈ കാണുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലി 2025 TVM എയറിൽ സെലക്ഷൻ കിട്ടിയ കുട്ടികൾ മാത്രമാണ്. എന്താണ് കുട്ടികളെ? TVM എയറിൽ സെലക്ഷൻ കിട്ടിയ കുട്ടികൾ മാത്രമാണ്. ഇനി കാലിക്കറ്റ് എയറോ ഇപ്പോൾ ഫിസിക്കലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യണം ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വേണ്ടിയിട്ട്. അവിടെയും ആന ഡിഫൻസ് അക്കാഡമി തന്നെയായിരിക്കും ടോപ്പായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളും 2026 ഈ ഒരു ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, അതായത് ആദ്യത്തെ ചാൻസിൽ തന്നെ ജോബ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫുൾ ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതും പ്രോപ്പർ ട്രേഡ് വൈസ് ക്ലാസ്സുകളായിരിക്കും ലഭിക്കുന്നത്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓൺലൈൻ ക്ലാസ് GD, ട്രേഡ്സ്മാൻ, ഓഫീസ് അസിസ്റ്റന്റ്, ടെക്നിക്കൽ, നഴ്സിംഗ് അസിസ്റ്റന്റ് എല്ലാത്തിനെയും ഡിഫറൻറ്റ് ക്ലാസ്സുകളായിരിക്കും. എല്ലാത്തിൻ്റെയും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് 50+ ലഭിക്കുന്നതായിരിക്കും. 50+ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് GD എന്ന ട്രേഡിൻ്റെ 50+ ലഭിക്കും, ട്രേഡ്സ്മാൻ്റെ ലഭിക്കും, അതുപോലെ നഴ്സിംഗ് അസിസ്റ്റന്റ്, ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് 50+ മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും. 50ൽ കൂടുതൽ മോക്ക് ടെസ്റ്റ് ഒരു ട്രേഡിൻ്റെ ലഭിക്കും എന്ന് പറയുന്നത് സിമ്പിൾ അല്ല. അതും കോഴ്സ് ഫീസ് നോക്കൂ, ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഫുൾ ക്ലാസ് ലഭിക്കും. +2ൻ്റെയൊക്കെ ഫുൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. എന്താണ് ഈ നഴ്സിംഗ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ടെക്നിക്കൽ, പിന്നെ ക്ലർക്ക് എന്നീ ട്രേഡിൻ്റെ പ്രോപ്പർ ക്ലാസ് ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യുക. ബാക്കി അപ്ഡേറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് നമ്മുടെ പേജിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. അപ്പോൾ നിങ്ങളും ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാനായിരിക്കും നിങ്ങൾക്ക് വേണ്ടി സ്ട്രാറ്റജിക്കും അതുപോലെ തന്നെ മാത്സിൻ്റെ ബേസിക് ചാപ്റ്റേഴ്സ് എടുക്കാൻ പോകുന്നത്. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്കിനി ക്ലാസ്സിൽ കാണാം. അതേപോലെ കുട്ടികളെ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത് ഫെബ്രുവരി 1
കാരണം ഫെബ്രുവരി 1 നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് ആർമി പറഞ്ഞിരുന്നത്. പക്ഷേ അപ്ഡേറ്റ് അവർ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതേ രീതിയിൽ നമ്മളും ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് വെക്കുകയാണ്. ഫെബ്രുവരി 3 നമ്മളും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. കാരണം സ്റ്റാർട്ടിംഗ് മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ അതേ ദിവസം തന്നെ ബാച്ച് ലോഞ്ച് ചെയ്യുന്നത്. ബാച്ചിൻ്റെ പേരായിരിക്കും കമാൻഡോ ബാച്ച്. എന്താണ്? കമാൻഡോ ബാച്ച് എന്നായിരിക്കും ബാച്ചിൻ്റെ പേര് കേട്ടോ. അപ്പം തകർപ്പൻ ക്ലാസ്സുകളായിരിക്കും. മിസ് ചെയ്യരുത്, ജോയിൻ ചെയ്യുക. ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. വേറെ എങ്ങും പോകേണ്ട ഒരാവശ്യവുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അന ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനൽ ലിങ്കാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യുക. കറക്റ്റ് അപ്ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഡിഫൻസ് ഫോഴ്സിനെയും ലഭിക്കുന്നതായിരിക്കും ഇന്ത്യയിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികളെ. ഒത്തിരി കുട്ടികൾ ഇവിടെ കോൺടാക്ട് ചെയ്തിരുന്നു ഏജ് ലിമിറ്റിനെ കുറിച്ചിട്ട്. ഞാൻ ഏജ് ലിമിറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഞാനും വിചാരിച്ചു എന്തായാലും 1 ജനുവരിക്ക് ഇനി 2 ദിവസമേ ഉള്ളല്ലോ, അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന്. പക്ഷേ കുട്ടികളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇന്ന് ഞാൻ ഈ ഒരു ഏജ് ലിമിറ്റ് ഷെയർ ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പറാണ്. ഈ 2 നമ്പറും സേവ് ചെയ്യുക. കോൾ ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. നിങ്ങളെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അക്കാഡമിയിലെ കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലും. ഓൺലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്, ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ വർഷം മുതൽ നമ്മൾ ക്ലാസ്സിനോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനിങ് കൂടി കൊടുക്കുന്നതായിരിക്കും. കാരണം 2025 ഫിസിക്കൽ സ്റ്റാർട്ട് ആയപ്പോൾ ആദ്യം നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് കാലിക്കറ്റ് എയറുടെ ആയിരിക്കുന്നതാണ്. പക്ഷേ എല്ലാം പ്ലാനും തെറ്റിക്കൊണ്ട് TVM എയറുടെ ആയിരുന്നു. അപ്പം നമ്മുടെ അക്കാഡമി കിട്ടിയ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ക്ലാസ്സിനോടൊപ്പം തന്നെ ഫിസിക്കൽ കൊടുത്തതുകൊണ്ട് നമുക്ക് ടോപ്പ് റിസൾട്ട് കിട്ടിയത്. അതേ പ്ലാൻ തന്നെയാണ് ഈ തവണ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്മാർട്ടായിട്ട് പഠിച്ച് സ്മാർട്ടായിട്ട് ട്രെയിനിങ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.